അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടറിയായി CS സുജാത തുടരും. K സലീഗ സംസ്ഥാന പ്രസിഡന്റാകും. E പത്മാവതി ട്രഷറാണ്. 116 പേരുടെ സംസ്ഥാന കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സുലേഖ ചേരുകയാണ്. സുലേഖ, എന്തൊക്കെയാണ് വിശദാംശം? എന്തായാലും 14ാമത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തതോടുകൂടിയാണ് സമ്മേളനത്തിന് സമാപനമായിട്ടുള്ളത്. പുതിയ ഭാരവാഹികളായി സംസ്ഥാന സെക്രട്ടറിയായി CS സുജാത തുടരും എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ K സലീഖ സംസ്ഥാന പ്രസിഡന്റ് ആകും. അതിനൊപ്പം തന്നെ ഈ ട്രഷററായി E പത്മാവതി തുടരും എന്നുള്ള കാര്യം തന്നെയാണ് മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തിട്ടുള്ള പുതിയ ഭാരവാഹി പട്ടിക എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ 116 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ വിഷയങ്ങളിലൂന്നിയ പ്രമേയമടക്കം പാസാക്കിക്കൊണ്ടാണ് സമ്മേളനത്തിന് ഇന്ന് സമാപനമാകുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കയുടെ സാമ്രാജ്യത്വ നിലപാടിനെതിരെയും അതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും ഒക്കെ തന്നെയും സമ്മേളനം പ്രമേയങ്ങൾ പാസാക്കിയിരുന്നു. അതിനുശേഷമാണ് 3 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിന് ഇന്ന് സമാപനമാകുന്നത്. AKG ഹാളിൽ പ്രത്യേകം സജ്ജീകരിച്ച കാനത്തിൽ ജമീല നഗറിലാണ് സമ്മേളനം നടന്നുകൊണ്ടിരുന്നത്. അഖിലേന്ത്യാ പ്രസിഡന്റ് മറിയം ദാവളെ, അതിനൊപ്പം തന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി, അതിനൊപ്പം തന്നെ അഖിലേന്ത്യാ സെക്രട്ടറി മറിയം ദാവളെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ പൊതു ചർച്ചയ്ക്കുള്ള മറുപടികളൊക്കെ തന്നെയും സെക്രട്ടറിയും അതിനൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയും നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നത്. അതിലാണ് ഇത്തരത്തിൽ 3 പേരെ സംസ്ഥാന സെക്രട്ടറിയായി CS സുജാതയും സംസ്ഥാന പ്രസിഡന്റായി K സലീഖയും ട്രഷററായി E പത്മാവതിയെയും തെരഞ്ഞെടുത്തത്. നേരത്തെ മുൻകാല സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് സൂസൻ കോടിയാണ്. സൂസൻ കോടി മാറിയാണ് ഇപ്പോൾ K സലീഖ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത്. ഷമി.